എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് എന്നിൽ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണൽ പ്ലാനിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ പ്ലാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്? ഇത് എൻ്റെ തന്നെ പേഴ്സണൽ ജേർണിയിലുള്ള ഒരു ചെറിയ എക്സ്പെരിമെൻ്റാണ്. ഞാൻ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഇതേപോലെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടത്താറുണ്ടായിരുന്നു. അത് ഞാൻ പബ്ലിക്കായിട്ട് അധികം ഷെയർ ചെയ്തില്ലായിരുന്നു. ഇത് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ ഇതേവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ് ഇത്. അത് വലുതായതുകൊണ്ട് തന്നെ അതിൽ പരാജയം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങളോടുകൂടി ഇത് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഈ പരീക്ഷണം വിജയിപ്പിക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നിങ്ങളോട് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരീക്ഷണം? ഈ ആഴ്ച തുടങ്ങി വരുന്ന 6 മാസത്തേക്ക് എല്ലാ ആഴ്ചയും ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. ഈ വീഡിയോ ഒരെണ്ണം മലയാളത്തിലും ആ സെയിം കണ്ടൻറ്റ് തന്നെ ഇംഗ്ലീഷിലും ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ കണ്ടൻറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ പുതിയ പുതിയ ടോപ്പിക്കുകളിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നതിലുപരിയായി എൻ്റെ തന്നെ എന്നിലുള്ള പെർഫെക്ഷനലിസം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്ന പർപ്പസസ് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ പൂർണ്ണതയോടെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പൂർണ്ണതയുടെ അതിർപ്രസരം കൊണ്ട് പല കാര്യങ്ങളും തുടങ്ങാൻ പോലും എനിക്ക് കഴിയാറില്ല. പലപ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെ പൂർണ്ണത എത്താത്തത് കൊണ്ട് പലപ്പോഴും തുടങ്ങി വെച്ചതിന് ശേഷം പകുതി വഴിക്ക് എനിക്ക് അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ആദ്യമായി ഈ എക്സ്പെരിമെൻറ്റിലൂടെ ഞാൻ ചലഞ്ച് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലീനിയർ സക്സസ് എന്ന ഇംഗ്ലീഷിലെ ഒരു കൺസെപ്റ്റാണ്. ലീനിയർ സക്സസിനെ കുറിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിത വിജയം അല്ലെങ്കിൽ എന്തിലെങ്കിലും വിജയം നേടുക എന്ന് പറയുന്നത് പടിപടിയായിട്ടുള്ള ഒരു ജേർണിയോ യാത്രയോ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് പോലെയാണ്. നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ്, അതിനുശേഷം അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്, അത് ചൂടുയരത്തിലുള്ള അടുത്ത സ്റ്റെപ്പ്, അങ്ങനെ പടിപടിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ വിജയങ്ങളെ കുഞ്ഞുനാൾ മുതലേ പഠിക്കപ്പെടുന്നത്. പറയുവാണെങ്കിൽ ഇതൊരു ഏണിയോട് വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിനോടോ ഒരു സ്റ്റെയർ കേസിനോടോ നമുക്കിതിനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം അടുത്ത സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പും കഴിയും തോറും നമ്മൾ ഉയരങ്ങളിലേക്ക് വളർന്നു വരുന്നതായിട്ടുള്ള ഒരു പ്രതീതിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. പക്ഷേ ശരിക്കുള്ള ജീവിതത്തിൽ ഇങ്ങനെ പടിപടിയായിട്ടുള്ള വളർച്ചകളാണോ ശരിക്കും സംഭവിക്കുന്നത്? പല സമയങ്ങളിലും ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പിലേക്ക് ലീഡ് ചെയ്യാറുണ്ടോ? അങ്ങനെ വരാത്ത സമയങ്ങളിൽ നമ്മൾ നിരാശരാകുന്ന പല മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. ലൈഫ് ശരിക്കും ജീവിതം ഒരേപോലെ തന്നെ ഇങ്ങനെ പടിപടിയായിട്ട് വരുന്നൊരു സ്റ്റെപ്പല്ലെന്നും ജീവിതത്തിൽ പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ടെന്നും നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള അൺസർട്ടനിറ്റികളെയൊക്കെ നമുക്ക് നേരിടുവാനായിട്ടുള്ളൊരു ശക്തി നമുക്ക് പല സമയങ്ങളിലായിട്ട് ലഭിക്കുന്നതാണ്. രണ്ടാമതായിട്ട് ഞാൻ ഈ എക്സ്പെരിമെൻറ്റിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തന്നെ മനസ്സിലുള്ള കോഗ്നിറ്റീവ് സ്ക്രിപ്റ്റുകളെ ഒന്ന് പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. എന്താണ് ഈ കോഗ്നിറ്റീവ് സ്ക്രിപ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മനസ്സിൽ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാമഡ് ആയിട്ടുള്ള ചിന്താരീതികളുണ്ട്. ഓരോ സിറ്റുവേഷനിലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് നമ്മളെ തന്നെ പഠിപ്പിക്കുന്ന ഓരോ മെൻ്റൽ പ്രോഗ്രാമുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല അനുഭവഘട്ടത്തിലൂടെയും നമ്മുടെ മനസ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ശരീരത്തിൻ്റേതായിട്ടുള്ള ഓരോ ഡിഫൻസ് മെക്കാനിസങ്ങളാണ്. നമ്മുടെ പൂർവികർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഡിഫൻസ് മെക്കാനിസംസാണ്. പക്ഷേ നമ്മളുടെ പൂർവികരിൽ നിന്ന് നമ്മൾ ഒത്തിരി വളർന്നു വന്നതിന് ശേഷം ഇപ്പോഴും ഈ ചില മെൻ്റൽ സ്ക്രിപ്റ്റുകൾ നമ്മളെ ജീവിതത്തിലേക്ക് നമ്മളെ പിന്നോട്ട് വലിക്കാറുണ്ട്. ഈ മെൻ്റൽ സ്ക്രിപ്റ്റുകൾ 3 മെൻ്റൽ സ്ക്രിപ്റ്റുകളാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ആദ്യത്തെ മെൻ്റൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സീക്വൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു മെൻ്റൽ സ്ക്രിപ്റ്റാണ്. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിജയം നേടിത്തന്നത് അത് വീണ്ടും ചെയ്യുകയാണെങ്കിൽ വിജയം ഉറപ്പാണെന്നുള്ളൊരു തോന്നൽ. രണ്ടാമത്തെ മെൻ്റൽ സ്ക്രിപ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
മറ്റുള്ളവരെ സുഖിപ്പിക്കുക, അല്ലെങ്കിൽ ജീവിതം സമൂഹത്തിന് വേണ്ടി ജീവിക്കുക. സമൂഹം നമ്മിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ചെയ്യുക. ചില സമയങ്ങളിൽ നമ്മൾക്കത് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാകാറില്ല, പക്ഷേ സമൂഹം എന്നിൽ നിന്നാണ് ഇത് പ്രതീക്ഷിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നു. അതിനെ നമ്മൾ ക്രൗഡ് പ്ലീസർ മൈൻഡ് സെറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മൂന്നാമതായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ദി എപ്പിക് മൈൻഡ് സെറ്റാണ്. അതായത് ഏതൊരു പ്രവൃത്തി ചെയ്താലും വളരെ ഗ്രാൻഡായിട്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും നമ്മൾ വലിയ താല്പര്യം കാണിക്കാതെ വലിയ വലിയ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെ ആ വലിയ പ്രവൃത്തി ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാതെ മനുഷ്യൻ മരിച്ചു പോകുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ 3 മൈൻഡ് സെറ്റുകളെയും ഒന്ന് ചലഞ്ച് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം കൂടി എനിക്ക് ഈ പരീക്ഷണത്തിലൂടെ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ മൈൻഡ് സെറ്റിനെ ചലഞ്ച് ചെയ്യുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് പേടി കൂടാതെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ എന്നിൽ തന്നെയും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മേഖലയിലും ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടും, 2 പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും, തെറ്റിപ്പോകുമെന്നുള്ളൊരു പേടി അല്ലെങ്കിൽ ഒരു വിധി നോക്കാതെ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, പെർഫെക്ഷൻ അല്ലാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നും, നമ്മൾ ചെയ്യുന്നതിൽ ഒരു കാര്യത്തിൻ്റെ വിജയം മാത്രമല്ല, ആ ചെയ്യുന്ന പ്രോസസ്സും നമ്മൾക്ക് വളരെ ഫലവത്തായ ഒത്തിരി നേട്ടങ്ങൾ സമ്മാനിക്കും എന്നുള്ള ഒരു പ്രതീതിയും നമ്മളിൽ വർക്കൗട്ട് ചെയ്യുമോ എന്ന് മനസ്സിലാക്കുന്നതിനും കൂടിയാണ് ഈ പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ പരീക്ഷണത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്? ഞാൻ ഒറ്റയ്ക്ക് ഈ പരീക്ഷണങ്ങൾ ചെയ്യുന്നെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പരീക്ഷണം വളരെ നല്ല രീതിയിൽ വിജയകരമാക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും ഇതേപോലെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുമായി ചേർന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ സെറ്റപ്പ് ചെയ്യാനായിട്ട് തയ്യാറാണ്. നിങ്ങൾക്ക് എൻ്റെ പരീക്ഷണത്തിൽ ഒത്തിരി സഹായങ്ങൾ ചെയ്തു തരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ചില സഹായങ്ങളെക്കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ ഈ 6 മാസത്തേക്ക് ചെയ്യാൻ പോകുന്ന വീഡിയോ, ഒരു 50ഓളം വീഡിയോകൾ എനിക്ക് ചെയ്യേണ്ടി വരും. എല്ലാ ആഴ്ചയും ഓരോ വീഡിയോ ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തേക്ക് 2 ലാംഗ്വേജിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു 50ഓളം വീഡിയോസിൻ്റെ ആവശ്യമുണ്ടാകും. അപ്പോൾ എനിക്കൊരു 25 ടോപ്പിക്കുകൾ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകളെക്കുറിച്ച് പറയാം, ഞാനതിനെക്കുറിച്ച് പഠിച്ച് ഒന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നീട് ഞാൻ ചെയ്യുന്ന വീഡിയോ പെർഫെക്റ്റ് ആണെന്ന് നിർബന്ധമില്ല, എങ്കിലും ഞാനത് പോസ്റ്റ് ചെയ്യും. അതിലുള്ള ഇംപെർഫെക്ഷനെ കാണിച്ചു തരാം. എന്താണ് അതിൽ ആ വീഡിയോസ് എങ്ങനെ നല്ലതാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് എനിക്ക് സജഷൻ തരാവുന്നതാണ്. ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാനോ ഇതൊന്നും ചെയ്യാൻ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. എൻ്റെ വീഡിയോകൾ എന്നെ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായിക്കാം. എന്ത് സഹായമാണെങ്കിലും ആ സഹായം വളരെ വിലപ്പെട്ടതാണ്. ഒരു കമ്മ്യൂണിറ്റിയുടെ സഹായത്തോടെ ഇത് ചെയ്യുന്നതിലൂടെ സഹവർത്തിത്വത്തിൽ ജീവിക്കുക എന്നുള്ളൊരു പുതിയ വാല്യൂ കൂടി ജീവിതത്തിൽ പഠിക്കുവാനായിട്ട് ഇത് എന്നെ സഹായിക്കും. ഞാൻ ഈ പരീക്ഷണത്തിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കായിട്ടുള്ളൊരു ഡൊമെയിനിൽ പബ്ലിഷ് ചെയ്യണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ഏത് പബ്ലിക് ഡൊമെയിനിൽ എങ്ങനെ ഇത് പബ്ലിഷ് ചെയ്യും എന്നതിനെക്കുറിച്ച് എനിക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല. പക്ഷേ നമ്മളൊരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനൊരു ഉത്തരം ഈ 6 മാസത്തിനകം കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ എക്സ്പെരിമെൻസും ആ പബ്ലിക് ഡൊമെയിനിൽ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കുന്നതിനോ പ്രകാശനം ചെയ്യുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. നമ്മൾക്കൊരുമിച്ച് ഇതിനുള്ളൊരു വഴി കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. ഇതിൽ നിങ്ങളുടെ സഹായം വളരെ അത്യാവശ്യമാണ്. ഇതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം, ഒരുമിച്ച് പഠിക്കാം ആസ് എ കമ്മ്യൂണിറ്റി. എൻ്റെ ഡീറ്റെയിൽസും എന്നെ എങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടതും എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനത്തെ ഭാഗത്ത് ഷെയർ ചെയ്തിരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.